ഇന്ന് 3 കിലോ ഫിലോപ്പി കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ പകുതി വറുക്കാനും പകുതി വയ്ക്കാനും എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ആ തലഭാഗമൊക്കെ ഞാൻ വയ്ക്കാനാണ് എടുക്കുന്നത്. ബാക്കിയുള്ള വാലിൻ്റെ ഭാഗം വറുക്കാനെടുക്കാണ്. ഇതാണ് വറുക്കാനെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചെടുത്തത്, പിന്നെ 1 സ്പൂണോളം ചൊറുക്ക. അത് നമുക്ക് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി നമുക്ക് ഇതിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണത്. ഞങ്ങളിപ്പോൾ തൃശ്ശൂർക്കാർ പറയുക പാവങ്ങളുടെ കരിമീൻ എന്നാണ് അതിന് പറയുക. ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ അങ്ങനെയൊക്കെ പറയും. ഫിലോപ്പി കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില മീനൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഈ ഫിലോപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വറുക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇതിങ്ങനെ 1 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ട് വറുത്തെടുക്കുക ചെയ്യും. അല്ലാണ്ട് മൊരിച്ച് ഇതാക്കണ്ട. വെള്ളം സ്വല്പം കുറവുണ്ടായിരുന്നപ്പോൾ 1 സ്പൂണ് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീൻ വാല വെച്ചതായിരുന്നപ്പോൾ മീനിൽ തീരെ വെള്ളമില്ല. അപ്പോൾ ഈ പൊടികളാവുമ്പോൾ ശരിക്കും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചട്ടി വെച്ചിട്ട് വറുക്കാനെടുക്കാണ്. അല്ലാണ്ട് വറുത്തങ്ങനെ ഭയങ്കരമായിട്ട് മൊരിക്കണ്ട. കാമ്പുള്ള മീനൊക്കെ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് അത്യാവശ്യം കാമ്പുള്ള മീനാണ്. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ വറുക്കാനായിട്ട്. വെച്ചാലും നല്ലതാണ്. ഞാൻ വെച്ചത് കാണിച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്, പറ്റുന്നവർ കാണും. അപ്പം ഇത് 2 തവണ ഞാൻ കാണിക്കണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ഞാനിങ്ങനെ വറുത്തെടുക്കാം. ഞാൻ വറുത്ത് വെച്ചതിൻ്റെ കൂടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.